ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നന്ദന ഫാമിൻ്റെ ബാക്കി വിശേഷങ്ങളാണിത്. അടൂർ തട്ട ഒരിപ്പുറം അമ്പലത്തിന് സമീപത്താണ് നന്ദന ഫാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ അമ്മ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു, അടൂരാണോ നന്ദന ഫാം എന്ന്. അതെ, അടൂർ തട്ടയെന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത്. അതല്ല, പന്തളത്തുനിന്ന് നമുക്ക് വരാൻ എളുപ്പമാണ്. പത്തനംതിട്ട കൈപ്പട്ടൂർ വന്നിട്ട് നമുക്ക് ഈ സ്ഥലത്തോട്ട് വരാൻ എളുപ്പമാണ്. ആനന്ദപ്പള്ളിയിൽ നിന്ന് വരാൻ എളുപ്പമാണ്. അതുകൊണ്ട് അടൂർ തട്ടയെന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നതെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ പിൻ ചെയ്തേക്കാം. അതല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഈ വീഡിയോയിലും പുള്ളിക്കാരൻ ഇതിനെപ്പറ്റി എല്ലാം വിവരിച്ച് തരുന്നുണ്ട്. ആ ഓഡിയോ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ വന്നതിനൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കണം. ഇപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് പുള്ളിക്കാരൻ ഇതിനെപ്പറ്റിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരൻ പറയുന്നതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാനായിട്ടും പറയാത്തത്. നിങ്ങൾക്ക് സമയവും സാഹചര്യവും കിട്ടുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കോ വന്നിട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത്. കാരണം നമ്മൾ കുറച്ച് പഴയ കാലത്തേക്കൊക്കെ പോകുന്നേ, പിന്നെ നമുക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ ഉപയോഗിച്ച കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതാ ഞാൻ പറഞ്ഞ എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതെ ഒരിക്കലും പോവില്ല. അതിനൊക്കെ ഉള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പ്രാചീന കാലത്തെ സാധനങ്ങൾ കാണാൻ കുട്ടികളെയൊക്കെ ആകാംക്ഷ മുതിർന്നവർക്ക് തന്നെയാണ്. കാരണം കുട്ടികൾക്ക് ഈ സാധനങ്ങളൊക്കെ എന്താണെന്നോ ഒന്നും യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ടു മറന്നുപോയ പല കാരണങ്ങളുണ്ട്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പൊടിതട്ടിയെടുക്കും. ഈ കാണിക്കുന്നത് പുള്ളിക്കാരൻ പണ്ട് കാലത്ത് സൈക്കിൾ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു ലൈസൻസ് വേണം. ആ ലൈസൻസും പഴയ റേഷൻ കാർഡും ഒക്കെയാണ് പുള്ളിക്കാരൻ കാണിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ വിശദമായി തന്നെ വിവരിച്ചു തരും. നിങ്ങളിവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ സ്ഥലത്ത് പോകുന്നെങ്കിൽ, ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദന ഫാമിൻ്റെ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ അടുത്ത ഷോർട്സിൽ ഉൾപ്പെടുത്താം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.